Hi all, welcome to Career Malayalam 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ ആണ് കേട്ടോ. അപ്പോൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാർട്ട് രാവിലെ 10 മണിക്ക് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: എതിർനഗരം വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ തെലങ്കാനയാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട മെറ്റിയർ ഏത് തരം മിസൈലാണ്? ഷോർട്ട് ടു റേഞ്ച് എയർ ടു എയർ മിസൈൽ, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, ക്രൂയിസ് മിസൈൽ. ഏതാണ്? ഏത് മിസൈലാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ആണ്. ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആന്റിവൈറൽ മരുന്നുകളുടെ ആഗോള വ്യാപനം പ്രോത്സാഹിപ്പിക്കുക, ആഗോള വൈറൽ ഭീഷണികൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും WHO വാക്സിൻ പരീക്ഷണങ്ങൾ നടത്തുക, ആശുപത്രി അധിഷ്ഠിത അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുക. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ആഗോള വൈറൽ ഭീഷണികൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും. അടുത്തിടെ വാർത്തകളിൽ കണ്ട ബോർഡറ്റെല്ല ഹോംസി എന്താണ്? ബാക്ടീരിയ, ആക്രമണാത്മക കള, ചിത്രശലഭം, ഫംഗസ്. എന്താണ്? എന്താണ്? ആൻസർ നോക്കാം. ബാക്ടീരിയ ആണ്. അടുത്തിടെ ലോകത്തിലെ ആദ്യത്തെ വെളുത്ത ഐബീരിയൻ ലിങ്സിനെ ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? പോർച്ചുഗൽ, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ. ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, സ്പെയിൻ ആണ്. അടുത്തത് ആബാർ ഓൺലൈൻ സ്റ്റോർ ഏത് പ്ലാറ്റ്ഫോമിലാണ് ആരംഭിച്ചിരിക്കുന്നത്? മൈഗവ് പോർട്ടൽ, ഈസ്റ്റാം പോർട്ടൽ, ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് പോർട്ടൽ, ഭാരത് ക്രാഫ്റ്റ് പോർട്ടൽ. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് പോർട്ടൽ ആണ്. അടുത്തത് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ഫങ്ഷൻസ് അണ്ടർ വിച്ച് മിനിസ്ട്രി? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് MSME. ഏതാണ് മിനിസ്ട്രി? ആൻസർ നോക്കാം. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. അടുത്തിടെ വാർത്തകൾ കണ്ട കുണാർ നദി ഏതൊക്കെ രണ്ട് സ്ഥലങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, അഫ്ഗാനിസ്ഥാനും ഇറാനും, അഫ്ഗാനിസ്ഥാനും തജിക്കിസ്ഥാനും. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ദി ക്യുമിംഗ് ബയോഡൈവേഴ്സിറ്റി ഫണ്ട് വാസ് ലോഞ്ച് ഡ്യൂറിംഗ് വിച്ച് ഇന്റർനാഷണൽ കോൺഫറൻസ്? ഏത് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ സമയത്താണ് ക്യുമിംഗ് ബയോഡൈവേഴ്സിറ്റി ഫണ്ട് ലോഞ്ച് ചെയ്തത്? COP26 ഓഫ് UNFCCC,
G20 Environment Summit, COP15 of Convention on Biological Diversity, COP27 of UNFCCC. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് COP15 ഓഫ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ്. അടുത്തത് കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷിണ പാദക്. ഇതൊരു ഏത് മിനിസ്ട്രിയുടെ ഇനിഷ്യേറ്റീവ് ആണ്? കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷിണ പാദക്. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് പെൻഷൻ. ഏതാണ്? ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അടുത്തത് പൂർവി പ്രചന്ദ് പ്രഹാർ എന്ന ത്രിരാഷ്ട്ര സൈനിക അഭ്യാസം എവിടെയാണ് നടക്കുന്നത്? അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, നാഗാലാൻഡ്. എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ അരുണാചൽ പ്രദേശിലാണ്. അടുത്തിടെ റാംസർ സൈറ്റായി നിയുക്തമാക്കിയ ഗോഗോബിൽ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡ്, നാഗാലാൻഡ്, മധ്യപ്രദേശ്, ബീഹാർ. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, ബീഹാർ ആണ്. Which organization is responsible for implementing the National Beekeeping and Honey Mission? ഏത് ഓർഗനൈസേഷൻ ആണ് നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ? ഏത് ഓർഗനൈസേഷൻ? ഓപ്ഷൻ എ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ്, നാഷണൽ ബീ ബോർഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ്. ഏതാണ്? ഡെവലപ്മെന്റ് അതോറിറ്റി. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, നാഷണൽ ബീ ബോർഡ് ആണ്. വാട്ടർ ലിറ്റ്യൂസ് ബാധ മൂലം അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ സുചിത്ലാൻ തടാകം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രസീൽ, മെക്സിക്കോ, കൊളംബിയ, എൽ സാൽവഡോർ. ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, എൽ സാൽവഡോർ ആണ്. രാംനാമി ഗോത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. രാംനാമി ഗോത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, ഛത്തീസ്ഗഡ് ആണ്. പിലിയ മലനോട് എന്ന പുതിയ ഇനം ചാടുന്ന ചിലന്തിയെ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത്? കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്. ആൻസർ നോക്കാം. ഓപ്ഷൻ എ കർണാടകയാണ്. കട്കാരി ഗോത്രം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത്? മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ബീഹാറും ജാർഖണ്ഡും കേരളവും തമിഴ്നാടും. ഓപ്ഷൻ ബി മധ്യപ്രദേശും ഉത്തർപ്രദേശും ആണ്. അടുത്തിടെ വാർത്തകൾ കണ്ട ഗ്രാൻഡിയറിലെ ഗീതാഞ്ജലിയും ഗ്രാൻഡിയറിലെ ഗംബാട്ടൻസിയും ഏതിനത്തിൽ പെടുന്നു? പാമ്പ്, ചിലന്തി, ആംഫിപോഡ്, ചിത്രശലഭം. ഏതിനത്തിലാണ് പെടുന്നത്?
ആൻസർ നോക്കാം. ആംഫിപോഡിലാണ്. നാഗാർജുന സാഗർ ശ്രീശൈലം കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ആണ്. ഏത് കേന്ദ്ര പദ്ധതി പ്രകാരമാണ് ഇന്റഗ്രേറ്റ് സഹറ സർക്യൂട്ട് വികസന പദ്ധതിക്ക് അടുത്തിടെ തറക്കല്ലിട്ടത്? പ്രസാദ് പദ്ധതി, സ്വദേശ് ദർശൻ 2.0, PM ഡിവൈൻ പദ്ധതി, ദേക്കോ അപ്നാദേശ് സംരംഭം ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, PM ഡിവൈൻ പദ്ധതിയാണ്. ഇന്റർനാഷണൽ സ്റ്റോ ലിപ്പർഡ് ഡേ എന്നാണ്? ഒക്ടോബർ 22, 23, 24, 25 എന്നാണ്? ഒക്ടോബർ 23 വരുന്നത്. നമ്മുടെ കോഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. PWC കോഴ്സിന്റെ നാസ്കോം സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. 116 മണിക്കൂർ നിങ്ങൾക്ക് ലൈവ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ കാലത്ത് AI നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ AI ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങളുടെ ഫോണിലേക്ക് എല്ലാ വിവരങ്ങളും വരും കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. PM ശ്രീയിൽ അടുത്ത ഒപ്പുവെച്ച സംസ്ഥാനം ഏതാണ്? അടുത്തിടെ ഒപ്പുവെച്ച സംസ്ഥാനം തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ ഏതാണ്? PM ശ്രീയിൽ അടുത്തിടെ ഒപ്പുവെച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ നോക്കാം. കേരളമാണ്. 2025 നാവികദിന ആഘോഷ വേദി ഏതാണ്? എറണാകുളം, കണ്ണൂര്, തിരുവനന്തപുരം, ആലപ്പുഴ ഏതാണ് വേദി? ആൻസർ നോക്കാം. തിരുവനന്തപുരമാണ്. ജൂൺ 25 ലോക നാവിക ദിനം, വേൾഡ് നേവി ഡേ, ഇന്ത്യൻ നേവി ഡേ ഡിസംബർ 4 ആ വേദിയാണ് തിരുവനന്തപുരം. അടുത്തിടെ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഏത് ഓർഗനൈസേഷൻ ആണ് വായ്പ അനുവദിച്ചത്? WTO, WHO, വേൾഡ് ബാങ്ക്, UN? വേൾഡ് ബാങ്ക് ആണ്. 280 മില്യൺ ആണ് കേട്ടോ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ടോൾസ്റ്റോയ് ഫാമിൽ അടുത്തിടെ ആരുടെ പ്രതിമയാണ് സ്ഥാപിച്ചത്? അക്കാമ ചെറിയാൻ, സരോജിനി നായിഡു, പിക്കാജി കാമ, വെള്ളിയമ്മ മുനിസ്വാമി ആരുടെയാണ്? ഓക്കെ, ആൻസർ നോക്കാം. വെള്ളിയമ്മ മുനിസ്വാമിയാണ്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയുടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരിയാണ് കേട്ടോ. വിച്ച് ഓർഗനൈസേഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് നാഷണൽ ബീ കീപ്പിംഗ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി കൊച്ചി രാവിലത്തെ റിവിഷനിൽ എടുത്താണ് ഇത്, അതുകൊണ്ടാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാല തദ്ദേശീയമായി വികസിപ്പിച്ച അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പൽ ഏതാണ്? INS തരങ്കിണി, INS മാഹി, INS വിക്രാന്ത്, INS റാണി ഏതാണ്? ആൻസർ നോക്കാം. INS മാഹി ആണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ സാക്ഷരതാ മിഷൻ അതോറിറ്റി
ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ദീപ്തി ദീപം വെളിച്ചം കാഴ്ച. ഏതാണ് പദ്ധതി? ആൻസർ ഓപ്ഷൻ എ ആണ്, ദീപ്തിയാണ്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘം, കൂട്ടായ്മ, സുശക്തി, സർവേക്ഷൻ, സമ്പൂർണ്ണ. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി സുശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോഗ് ബഹിരാകാശ യാത്ര ചെയ്തത് ശ്രീലക്ഷ്മി ബാലകൃഷ്ണൻ, ആര്യ സുരേഷ്, സുജാത മലിക്കാർ, ഇനിയ പ്രഗതി. ആരാണ്? ആൻസർ നോക്കാം. ഇനിയ പ്രഗതി ചെന്നൈ സ്വദേശിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് റിവിഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും നാളെ രാവിലെ 8 മണിക്ക് കാണാം. ബൈ.